ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പൊട്ടിക്കാന് ഷോർട്ട് വീഡിയോ ഞാൻ ഇന്ന് 1K ആയ ദിവസം തന്നെ ഇത് അപ്ലോഡ് ചെയ്യാൻ സംതിങ്ങിലാണ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് 2025 തന്നെ കാണിച്ചിടാൻ മടിയായിരുന്നു. അതുപോലെ വോയിസ് കൊടുത്തിടാൻ മതി പറയാനുള്ളത് പ്രത്യേകിച്ച് 2 പേര് കുട്ടു പിന്നെ മഹല് കുശിമ്പളകിയ ഇവിടെ തുടങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് ഫസ്റ്റ് അവനോടാണ് പറഞ്ഞത്. കുട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കുട്ടിയൊന്നുമല്ല കേട്ടോ, 10-30 വയസ്സുണ്ടാവും. അഖിൽ കൃഷ്ണ എന്നാണ് അവന്റെ പേര്. ഓക്കെ, പിന്നെ അവളെ ഞാൻ എന്റെ യൂട്യൂബ് പങ്കാളി 10 സബ്ബായി കഴിഞ്ഞ അവൾ എനിക്ക് മെസ്സേജ് അയക്കും, ചേച്ചി 10 സബ്ബായി ചേച്ചി. നേരത്തെ പറയില്ലേ കുട്ടവൻ എന്റെ ചീത്ത പറഞ്ഞത് അധികം കോൺഫിഡൻസ് ആയി. ആ ഒരു ഒറ്റ വീഡിയോയിൽ എനിക്ക് ഒരു 200-250 സബ് ഒറ്റടിക്ക് ഞെട്ടിപ്പോയി. മഞ്ജു ഷിജേച്ചി ആര് ഇവർക്കൊക്കെ കാര്യം പൈസ പറയാ ഫേമസ് ആവും, അതാണ് പണി കിട്ടിയിട്ടുള്ളത്. ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ ഞങ്ങളുടെ ചാനൽ 1K സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുന്നു ഗൈസ്. ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം. ഓക്കെ, ഞങ്ങള് അത് പാർട്ടി പോപ്പർ മേടിച്ച് പൊട്ടിക്കാനാണ് തീരുമാനിച്ചത്. പക്ഷെ ഞങ്ങള് 2 എണ്ണം മേടിച്ചു, ഒരെണ്ണം ലോങ് വീഡിയോയിൽ പൊട്ടിക്കാനും ഒരെണ്ണം ഷോർട്ട് വീഡിയോയിൽ പൊട്ടിക്കാനും. പക്ഷെ രണ്ടും ശരിയായില്ല. രണ്ടും ഇത് ഇളകി പോന്നു എന്നല്ലാണ്ട് ശരിയായില്ല. പക്ഷെ ഞങ്ങള് സെലിബ്രേറ്റ് ചെയ്യും, ഞങ്ങളിതൊന്ന് ഗ്ലിറ്റർ വരുത്തും അല്ലേ, കണ്ടോ മാജിക്. അത് ഈ വീഡിയോയിൽ ലാസ്റ്റ് ഞങ്ങൾ വരുത്തും. പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് യൂട്യൂബിനെ പറ്റിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് 1K ആയ ദിവസം തന്നെ ഇത് അപ്ലോഡ് ചെയ്യാന്ന് വിചാരിച്ചത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഫെബ്രുവരി 26-ാം തീയതിയാണ് ഫെബ്രുവരി 26-25 ആ ഒരു 20 സംതിങ്ങിലാണ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് 2025 തന്നെ, അതായത് ഒരു 2 മാസം മുൻപ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര മടിയായിരുന്നു വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട്. ഒന്ന് ഫേസ് കാണിച്ചിടാൻ മടിയായിരുന്നു, അതുപോലെ വോയിസ് കൊടുത്തിടാൻ മടിയായിരുന്നു, അങ്ങനെയൊക്കെ മടിയായിരുന്നു. അപ്പൊ ആദ്യം ഞാൻ ചെയ്തു തുറന്നത് മകലൂന് വെച്ചിട്ടാണ് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. അതായത് മകളുവിന്റെ വോയിസ് കൊടുത്ത് അങ്ങനെയൊക്കെയാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ഞങ്ങളുടെ ചാനൽ 1K സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുന്നു ഗൈസ്. താങ്ക് യു സോ മച്ച്. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഈ സമയത്ത് എനിക്ക് നന്ദി പറയാനുള്ളത് പ്രത്യേകിച്ച് 2 പേരോടാണ്. 2 പേരോടല്ല, കുറച്ചധികം പേരോട്. പക്ഷെ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് എൻ്റെ ഹസ്ബൻഡ് നല്ല സപ്പോർട്ടുണ്ട്, അത് ഒന്നാമത്തെ കാര്യം. പിന്നെ ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത് എൻ്റെ കുട്ടു പിന്നെ മഹല് കുശിമ്പളക്കിയപ്പോഴേക്ക് ഇവിടെ മകൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കുട്ടു എന്ന് പറയുന്നത് എൻ്റെ ആങ്ങളെയാണ്. അവനാണ് എനിക്ക് ഏറ്റവും വലിയ സപ്പോർട്ട്. അതായത് ഞാൻ എങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് ഫസ്റ്റ് അവനോടാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞ എനിക്ക് ഇങ്ങനെ തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് ഫോൺ വേണമെന്ന് പറഞ്ഞു. ഫോൺ എൻ്റെ ഒരു പഴയ ഫോണായിരുന്നു, ഫോൺ വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് എനിക്ക് ഐഫോൺ വേണമെന്നുണ്ട്, എന്താ ചെയ്യാന്ന് ഞാൻ അവനോട് ചോദിച്ചത്. അപ്പൊ അവൻ പറഞ്ഞു, ഐഫോണിനേക്കാളും നല്ലത് ഈ S23 അൾട്രയാണ്, കാരണം ഐഫോൺ ആകുമ്പോൾ ആൻഡ്രോയിഡ് അല്ലാത്തതുകൊണ്ട് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നീ അൾട്ര എടുത്തോന്ന് പറഞ്ഞിട്ട് അവനാണ് എനിക്ക് ഈ ഫോൺ ഒരു 2 ആഴ്ചത്തേക്കുള്ളിൽ സെറ്റ് ആക്കി തന്നത്. അവൻ മാത്രമല്ല ഹസ്ബൻഡും കൂടിയിട്ട്, പക്ഷെ അവനാണ് മുൻകൈ എടുത്തിട്ട് എനിക്ക് ഈ ഫോൺ റെഡി ആക്കി തന്നത്. അങ്ങനെ ഇതാ കുട്ടു, താങ്ക് യു സോ മച്ച്. കുട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കുട്ടിയൊന്നുമല്ല കേട്ടോ, 10-30 വയസ്സുണ്ടാവും. അഖിൽ കൃഷ്ണ എന്നാണ് അവന്റെ പേര്. ഓക്കെ, പിന്നെ അതെ. പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ കുറെ പേര് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അതായത് എന്റെ രഞ്ജു എന്ന് പറയും, അവളെ ഞാൻ എന്റെ യൂട്യൂബ് പങ്കാളി എന്ന് വിളിക്കുക. കാരണം ഞാൻ ഏത് വീഡിയോ ഇട്ടാലും കുത്തിരുന്ന് കണ്ട് അതിന് ലൈക്ക് ചെയ്ത് കമന്റ് ഇടുവള്. പിന്നെ അവളുടേത് മാത്രമല്ല, അവളുടെ അച്ഛന്റെ ഫോണിൽ നിന്നും അമ്മയുടെ ഫോണിൽ നിന്നും ഒക്കെ. പിന്നെ മഞ്ജു എന്നെക്കാളും സന്തോഷം അവൾക്ക് എന്റെ ചാനലിൽ സബ് കൂടുമ്പോ. ഇപ്പൊ ഒരു 10 സബ്ബായി കഴിഞ്ഞാൽ അവൾ എനിക്ക് മെസ്സേജ് അയക്കും, ചേച്ചി 10 സബ്ബായി, ചേച്ചി 20 സബ്ബായി, അങ്ങനെയൊക്കെ മെസ്സേജ് അയക്കുക. അങ്ങനെ രഞ്ജുവിനും മഞ്ജുവിനും കുട്ടുവിനും എൻ്റെ ഹസ്ബൻഡിനും എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. പിന്നെ എനിക്ക് യൂട്യൂബ് ചാനലിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഏകദേശം ഫെബ്രുവരി 25-ാം തീയതിക്ക് ശേഷമാണ്. അത് കഴിഞ്ഞ് ഒരു മാസത്തോളം ഞാൻ ഒന്നും ചെയ്തില്ല. അതായത് വെറുതെ പഴയ വീഡിയോ ഫോണിലുള്ള പഴയ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ അപ്ലോഡ് ചെയ്യുക. അതുപോലെ മത്സമോൾ, എനിക്ക് എൻ്റെ വോയിസ് കൊടുക്കാനും എൻ്റെ ഫേസ് ഇടാനൊക്കെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. അതൊക്കെ ഞാൻ മത്സമോളെ വെച്ചിട്ടാണ് ചെയ്തിരുന്നത്. മത്സമോളുടെ വോയിസ് ഒക്കെയാണ് ഇട്ടിരുന്നത്. പിന്നെ അങ്ങനെ കുട്ടിക്ക് അത് കഷ്ടമായി തുടങ്ങി. അപ്പൊ എനിക്ക് തോന്നിയത് ശരിയല്ല. പിന്നെ ആങ്ങളെ നേരത്തെ പറഞ്ഞില്ലേ, കുട്ടിയവൻ എന്നെ ചീത്ത പറഞ്ഞു തുടങ്ങി, എഴുതി എന്നിട്ട് കുട്ടീനെ ഇങ്ങനെ ഇതാക്കണേന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ എനിക്കും തോന്നി വേണ്ട, ശരിയാവില്ല എന്നൊക്കെ തോന്നി. അങ്ങനെ ഞാൻ രണ്ടും കൽപ്പിച്ച് എൻ്റെ വോയിസ് ഫസ്റ്റ് ആദ്യമായിട്ട് കൊടുത്തപ്പോൾ പിന്നെ ഒരു കോൺഫിഡൻസ് ആയി, കുഴപ്പമില്ലല്ലോ എന്നുള്ളൊരു കോൺഫിഡൻസ് ആയി. പിന്നെ അങ്ങനെ ഞാൻ ഫസ്റ്റ് ഫേസ് കാണിച്ചൊരു വീഡിയോ ഇട്ടു, അപ്പോഴും ഭയങ്കര അധികം കോൺഫിഡൻസ് ആയി. അങ്ങനെയാണ് ഞങ്ങൾ ഈ യൂട്യൂബിലേക്ക് ശരിക്കും ഇറങ്ങണത്. ഏകദേശം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 2 മാസത്തോളം ആയെങ്കിലും ഒന്ന് ആക്റ്റീവായിട്ട് 1 മാസമായുള്ളൂ. അപ്പോൾ 1 മാസം കൊണ്ട് എൻ്റെ ചാനൽ 1K സബ്സ്ക്രൈബേഴ്സ് ആയി. അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അതിൻ്റെ കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം, എനിക്കറിയണത് കേട്ടോ, എനിക്ക് അനുഭവത്തിൽ വന്നത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഡെയിലി 2 ഷോർട്ട് വെച്ച് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. അത് നല്ല ക്ലാരിറ്റിയിലുള്ളതാണെങ്കിലും, നല്ല ക്ലാരിറ്റി ഉണ്ടായാൽ അത്രയും നല്ലത്, നല്ല കണ്ടന്റ് ആണെങ്കിൽ അത്രയും നല്ലത്.
അല്ലേ? അത്രയും നല്ലത്. അങ്ങനെ ആക്കി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ചാനൽ പെട്ടെന്ന് ഗ്രോ ചെയ്യും. എൻ്റെ ഒരു 350 വരെ പതുക്കെ 350 സബ്സ്ക്രൈബേഴ്സ് വരെ ഇങ്ങനെ പതുക്കെ പോയിക്കൊണ്ടിരുന്നു. 350 500ലേക്ക് പെട്ടെന്നായിരുന്നു. അതായത് ഏകദേശം ഒരു 10 ദിവസം കൊണ്ടാണ് 350 നിന്ന് 500-ലെത്തിയത്. 500-ലെത്തിയ സമയത്ത് ഞാൻ പണ്ട് ഒരു 5 ദിവസം മുൻപ് ഇട്ടൊരു വീഡിയോ പെട്ടെന്ന് വൈറലായി എന്ന് പറഞ്ഞാൽ ഒരു 500K വ്യൂവേഴ്സായി. അതിലാണ് എനിക്ക് പെട്ടെന്ന് സബ് കൂടിയത്. ആ ഒരു ഒറ്റ വീഡിയോയിൽ എനിക്ക് ഒരു 200-250 സബ് ഒറ്റടിക്ക് കൂടി. പിന്നെ ഞാനിടുന്ന ഷോട്ടൊക്കെ ഒരു 10K മുകളിലൊക്കെ പോയി തുടങ്ങി. 10K മുകളിൽ എന്ന് പറഞ്ഞാൽ 10K 5K 15K 50K അങ്ങനെ വ്യൂവേഴ്സ് കിട്ടാ അങ്ങനെ കയറി തുടങ്ങി. അതിലാണ് എനിക്ക് പെട്ടെന്ന് സബ് കയറിയത്. ഒരു 500 സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് 1000-ലെത്താൻ വേണ്ടിയിട്ട് എനിക്ക് ആകെ 3 ദിവസം വേണ്ടി വന്നുള്ളൂ. പെട്ടെന്നായിരുന്നു എൻ്റെ യൂട്യൂബിന്റെ വളർച്ച. ഞാനും എൻ്റെ ഫ്രണ്ട്സും ഞെട്ടിപ്പോയി, സത്യം പറയാല ഞെട്ടിപ്പോയി. പക്ഷെ അവർക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. രഞ്ജു, മഞ്ജു, ഷിജേച്ചി, ആര് ഇവർക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ എൻ്റെ ചാനലിൽ കയറി പോണതിനനുസരിച്ചിട്ട്. പിന്നെ എൻ്റെ കസിൻസ് എല്ലാവരും ഉണ്ട് കേട്ടോ. കൂടെ നിന്ന് എല്ലാവർക്കും ഒരുപാട് താങ്ക് യു സോ മച്ച്. പിന്നെന്താ പിന്നെ നല്ലൊരു കാര്യമായിട്ട് യൂട്യൂബ് ചാനൽ. അതായത് നമുക്ക് പൈസ ഉണ്ടാക്കാമെന്ന് മാത്രമല്ല, നമ്മളുടെ ഓരോ മൊമെന്റ്സ്, അതായത് നമുക്ക് ഡെയിലി നമുക്ക് പല ഹാപ്പി ആയിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാവും, മെമ്മറീസ് ഒക്കെ. അതൊക്കെ ഒന്ന് ക്യാപ്ചർ ചെയ്ത് നമ്മൾ കുഞ്ഞു വീഡിയോസ് ആക്കി ഇടുമ്പോൾ നമുക്ക് ഇപ്പോൾ ഇത് കഴിഞ്ഞ ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ 20 കൊല്ലം കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് അവിടെ കെടുക്കുകയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് കാണാം. ഇപ്പം ഞാൻ മാത്സമോളുടെ കുഞ്ഞിതിലെ വീഡിയോ അപ്ലോഡ് ചെയ്യണത്, മാത്സമോള് വലുതായി, മാത്സമോൾക്ക് കുട്ടി ഉണ്ടായാലും അത് കാണാം. അപ്പോൾ അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം പൈസ. യൂട്യൂബിൽ സക്സസ് ആയി കഴിഞ്ഞാൽ ഒന്നാമത് അത്യാവശ്യം നല്ല പൈസ കിട്ടും. രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല എന്താ പറയുക, ഫേമസ് ആവും. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഫേമസ് ആവും. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. പിന്നെ യൂട്യൂബ് ചാനൽ പിന്നെന്താ എനിക്ക് പറയാനുള്ളത്, ഇതൊക്കെയാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ച കാര്യങ്ങൾ. പിന്നെ ഒരു കാര്യം, നമ്മൾ വീഡിയോ ഇട്ടിട്ട് അത് വ്യൂസ് ഇല്ല എന്ന് പറഞ്ഞാൽ ഡിലീറ്റ് ചെയ്യരുത്. ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടും. എനിക്കൊരു തവണ പണി കിട്ടിയിട്ടുള്ളതാണ്. പിന്നെ കുട്ടികളെ തന്നെ വെച്ച് വീഡിയോസ് ഇടരുത്, വ്യൂസ് കയറില്ല. അതും എനിക്ക് പണി കിട്ടിയിട്ടുള്ളതാണ്. പിന്നെ എനിക്ക് കുറച്ചറിയണ കാര്യങ്ങളുണ്ട് കേട്ടോ. നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ, ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരാം. ജെന്യുവൻ ആയിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ ഞാൻ പറഞ്ഞു തരാം, എനിക്കറിയണത്. പിന്നെന്താ, എന്തായാലും എൻ്റെ ഈ 1K സബ്സ്ക്രൈബേഴ്സിന് താങ്ക് യു സോ മച്ച്. പിന്നെന്താ മകളോ, പിന്നെ ഞങ്ങൾ ആഘോഷിക്കാൻ വേണ്ടി 2 പോപ്പർ മേടിച്ചു. പക്ഷെ 2 പോപ്പറും നാശമായിപ്പോയി. ഞങ്ങൾക്ക് പൊട്ടിക്കാനുള്ള യോഗയില്ലെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. സെലിബ്രേറ്റ് ചെയ്യാം. എങ്ങനെയാണെങ്കിലും ഈ സാധനം വന്നാ പോരെ. സാധനം വന്ന് ഗൈസ്, യെസ്, നമുക്ക് സന്തോഷിച്ചാൽ മതി. അത് എങ്ങനെയാണെന്നൊന്നുമില്ല, അത് ഇന്ന രീതിയിൽ കൂടെ വേണമെന്നൊന്നുമില്ല. എങ്ങനെയാണെങ്കിലും അപ്പൊ താങ്ക് യു സോ മച്ച്. ബൈ ബൈ.